third output organ of the government. There is judiciary. നീതിന്യായ വിഭാഗം. നീതിന്യായ വിഭാഗത്തെ നമ്മുടെ രാജ്യത്ത് കണക്കാക്കുന്നത് മൗലികാവകാശങ്ങളുടെ സംരക്ഷകനായിട്ടാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ സംരക്ഷകനായിട്ടാണ് നീതിന്യായ വ്യവസ്ഥയെ രാജ്യം കണക്കാക്കുന്നത്. അതുകൂടാതെ വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതും ജുഡീഷ്യറിയാണ് അഥവാ നീതിന്യായ വ്യവസ്ഥയാണ്. അപ്പൊ ഏതൊരു രാജ്യത്തും വ്യക്തികളുടെ അല്ലെങ്കിൽ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനും പൗരന്മാരുടെ അവകാശങ്ങളിൽ പരമപ്രധാനമായ മൗലികാവകാശങ്ങളുടെ സംരക്ഷണത്തിനും ജുഡീഷ്യറിയുടെ മെച്ചപ്പെട്ടതും ശക്തവുമായ നിലനിൽപ്പ് അനിവാര്യമാണ്. ജുഡീഷ്യറി എന്താണ് ചെയ്യുന്നത്? നിയമാനുസൃതമായി തർക്കങ്ങൾ പരിഹരിക്കുകയും നിയമാനുസൃതമായി തർക്കങ്ങൾ കേൾക്കുകയും അവയ്ക്ക് പരിഹാരം കാണുകയുമാണ് ജുഡീഷ്യറി ചെയ്യുന്നത്. തർക്കങ്ങൾ പല വിധത്തിലുണ്ടാകാം. വ്യക്തികൾ തമ്മിലുണ്ടാവാം, ഗ്രൂപ്പുകൾ തമ്മിലുണ്ടാവാം, വ്യക്തികളും ഗവൺമെന്റും തമ്മിലുണ്ടാവാം. അപ്പൊ അത്തരത്തിലുള്ള വിവിധ തർക്കങ്ങൾ ഉണ്ടാവാം. ആ തർക്കങ്ങൾ കേൾക്കുകയും ആ തർക്കങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുന്നത് ജുഡീഷ്യറിയാണ്, അല്ലെങ്കിൽ നീതിന്യായ വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ ജുഡീഷ്യറിയെക്കുറിച്ച്, നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ച് ഉള്ള ഏറ്റവും വലിയ സങ്കല്പം അത് സ്വതന്ത്രമായിരിക്കണമെന്നുള്ളതാണ്. തർക്കങ്ങളിൽ ശരിയായ രീതിയിലുള്ള തീർപ്പ് കൽപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നീതിന്യായ വ്യവസ്ഥിതി സ്വതന്ത്രമായിരിക്കണം. എന്നുവെച്ചാൽ ഗവൺമെന്റിന്റെ മറ്റ് രണ്ട് ഘടകങ്ങളായ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും, അതായത് നിയമനിർമ്മാണ ഘടകവും കാര്യനിർവഹണ ഘടകവും യാതൊരു കാരണവശാലും നീതിന്യായ വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ പാടില്ല. ഗവൺമെന്റിന്റെ മൂന്ന് ഘടകങ്ങളും പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കേണ്ടതാണെങ്കിലും ഈ രണ്ട് ഘടകങ്ങളും, അതായത് ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും, നിയമനിർമ്മാണ ഘടകവും കാര്യനിർവഹണ ഘടകവും യാതൊരു കാരണവശാലും നീതിന്യായ വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ പാടില്ല, അല്ലെങ്കിൽ പ്രവർത്തനത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ പാടില്ല. നീതിന്യായ വ്യവസ്ഥയിലെ പരമോന്നത ഉദ്യോഗസ്ഥന്മാരാണ് ജഡ്ജിമാർ. ജഡ്ജിമാർക്ക് നിർഭയമായും നിഷ്പക്ഷമായും പ്രവർത്തിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാവണം. നത്തിങ് ടു ഫിയർ ഓർ ഫേവർ, അതായത് ഒന്നും ഭയപ്പെടാൻ പാടില്ല, അനുഭാവവും പാടില്ല. തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുമ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തോട് അനുഭാവമോ ഒരു വിഭാഗത്തെ ഭയക്കുകയോ ചെയ്താൽ നീതിപൂർവകമായ വിധി അല്ലെങ്കിൽ തീർപ്പ് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് സ്വതന്ത്രവും നീതിപൂർവകവും നിഷ്പക്ഷവുമായി ജഡ്ജിമാർക്ക് പ്രവർത്തിക്കണമെങ്കിൽ ജുഡീഷ്യറി സ്വതന്ത്ര സ്വഭാവമുള്ളതായിരിക്കണം. നീതിന്യായ വിഭാഗം സ്വാതന്ത്ര്യം ഉള്ളത് ആയിരിക്കണം. നീതിന്യായ വിഭാഗം സ്വതന്ത്രമായിരിക്കാൻ ഇടയാകുന്ന സാഹചര്യങ്ങൾ പലതാണ്. അതിനെക്കുറിച്ച് ഇനി പറയാം. അതിനു മുമ്പായിട്ട് നീതിന്യായപരമായ കാര്യങ്ങളിൽ യാതൊരു രാഷ്ട്രീയ സ്വാധീനവും പാടില്ല. രാഷ്ട്രീയ ഇടപെടൽ കൂടാതെ, രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങാതെ തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് കഴിയണം. ഈ നീതിന്യായ വ്യവസ്ഥയുടെ സ്വാതന്ത്ര്യം നമുക്ക് എങ്ങനെ ഉറപ്പാക്കാൻ കഴിയും? നമുക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു. തീർച്ചയായിട്ടും നീതിന്യായ വ്യവസ്ഥ സ്വതന്ത്രമായിരിക്കണം, നീതിപൂർവകമായിരിക്കണം, നിഷ്പക്ഷമായിരിക്കണം. അങ്ങനെ ആവണമെങ്കിൽ അതിനെന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്? വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഒന്ന്, ജഡ്ജിമാരുടെ നിയമന രീതി.
നിയമന രീതി എല്ലാവരെയും ജഡ്ജിമാരായിട്ട് നിയമിക്കത്തില്ല. അതിന് ചില യോഗ്യതകളുണ്ട്. ഒന്നാമത്തെ യോഗ്യത എന്ന് പറയുന്നത് അഭിഭാഷകൻ എന്ന നിലയിലുള്ള പ്രവൃത്തി പരിചയം ഉണ്ടാവണം. അല്ലാത്ത ഒരാളിനെ ജഡ്ജിയായിട്ട് നിയമിക്കാൻ പാടില്ല. അഭിഭാഷകൻ എന്ന നിലയിലുള്ള പ്രവൃത്തി പരിചയം. രണ്ടാമതായി, കേവലം പ്രവൃത്തി പരിചയം പോരാ, നിയമത്തിലുള്ള അഗാധമായ പരിജ്ഞാനം ഉണ്ടാവണം. നിയമവ്യവസ്ഥകളെക്കുറിച്ച് വ്യക്തമായ പരിജ്ഞാനം ഉണ്ടാവണം. മൂന്നാമത്, രാഷ്ട്രീയ വിധേയത്വമോ രാഷ്ട്രീയ വീക്ഷണങ്ങളോ നിയമനത്തിന് മാനദണ്ഡമാകരുത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയോട് വിധേയത്വമുള്ള ആളാവാൻ പാടില്ല. പ്രത്യേകം രാഷ്ട്രീയ വീക്ഷണമുള്ള ആളാവാൻ പാടില്ല. അതിന് നിയമനത്തിന് അത് മാനദണ്ഡമാക്കരുത്. ഈ 3 കാര്യങ്ങൾ ഉറപ്പാക്കണം നിയമന രീതിയിൽ. ഒന്ന്, അഭിഭാഷകൻ എന്നുള്ള നിലയിലുള്ള പ്രവൃത്തി പരിചയം. 2, നിയമത്തിലുള്ള അഗാധമായ പാണ്ഡിത്യം. 3, രാഷ്ട്രീയ വിധേയത്വമോ രാഷ്ട്രീയ വീക്ഷണമോ നിയമനത്തിൽ പരിഗണിക്കാൻ പാടില്ല. അപ്പൊ അത് നിയമന രീതി അങ്ങനെ ആയിരിക്കണം. രണ്ടാമത്, നിശ്ചിതമായ ഔദ്യോഗിക കാലാവധി. ഒരു ജഡ്ജിയെ നിയമിച്ചാൽ നിശ്ചിതമായ ഔദ്യോഗിക കാലാവധി എന്നുവെച്ചാൽ പിറ്റേന്നെടുത്ത് തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യും എന്നൊരവസ്ഥ ഉണ്ടാവരുത്. ഔദ്യോഗിക കാലാവധി എന്ന് വെച്ചാൽ വിരമിക്കൽ പ്രായം വരെ അധികാരത്തിലിരിക്കാൻ അല്ലെങ്കിൽ ആ സ്ഥാനത്തിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. അങ്ങനെ മാറ്റാൻ പാടില്ല. മാറ്റുന്നെങ്കിൽ സ്വഭാവ ദൂഷ്യം പോലെയുള്ള അപൂർവം കാര്യങ്ങളിൽ മാത്രമേ മാറ്റാൻ കഴിയൂ. അല്ലാതെ ജഡ്ജിയെ മാറ്റാൻ പാടില്ല. ആ മാറ്റുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടേറിയ നടപടിയാണെന്ന് പറഞ്ഞു. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ മാറ്റുന്നതിന് നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചതാണ്. ഇംപീച്ച്മെന്റ് എന്ന് പറയും. പാർലമെന്റിന്റെ ഒരു സഭയില് പ്രമേയം അവതരിപ്പിച്ച് പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാസാക്കിയ അതേ നടപടിക്രമങ്ങളിലൂടെ അടുത്ത സഭയും പാസാക്കി കഴിഞ്ഞെങ്കിൽ മാത്രമേ ഒരു ജഡ്ജിയെ തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ പറ്റൂ. ഈ നടപടിക്രമത്തെ ഇംപീച്ച്മെന്റ് എന്ന് പറയുമെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പൊ നിയമന രീതി സുതാര്യമായിരിക്കണം. നിശ്ചിതമായ ഔദ്യോഗിക കാലാവധി ഉണ്ടായിരിക്കണം. മൂന്നാമത്തേത്, സാമ്പത്തിക ആശ്രയത്വത്തിന്റെ അഭാവം ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ മാന്യമായ ശമ്പളം കൊടുക്കണം. ഇല്ലെങ്കിൽ കൈക്കൂലിയോ മറ്റതുപോലെയുള്ള സാമ്പത്തിക അഴിമതിയോ നടത്താൻ സാധ്യതയുണ്ട്. സാമ്പത്തിക ആശ്രയത്വത്തിന്റെ അഭാവം ഒരിക്കലും ഒരു ജഡ്ജിക്ക് ഉണ്ടാകരുത്. എന്ന് വെച്ചാൽ ആകർഷകമായ ശമ്പളം നൽകണം. നാലാമതായി, വ്യക്തിപരമായ വിമർശനത്തിൽ നിന്നുള്ള സംരക്ഷണം. മറ്റ് രാഷ്ട്രീയക്കാരെയോ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരെയോ ഒക്കെ വിമർശിക്കുന്നത് പോലെ യഥേഷ്ടം വിമർശിക്കാൻ പാടില്ല. അതിൽ നിന്ന് സംരക്ഷണം ആർക്ക് ലഭിക്കണം? ജഡ്ജിമാർക്ക് ലഭിക്കണം. അത്തരത്തിൽ ചെയ്യുന്നവരെ, ജഡ്ജിമാരെയും കോടതിയെയും നിശിതമായി വിമർശിക്കുന്നവരെ, തെറ്റായി വിമർശിക്കുന്നവരെ ശിക്ഷിക്കുന്നതിനുള്ള അവകാശം കോടതിക്കുണ്ട്. അത് കോടതിയെ അലക്ഷ്യമായി കണക്കാക്കും. വിമർശകരെ ഭയം കൂടാതെ, വിമർശനം ഭയക്കാതെ വിധി പുറപ്പെടുവിക്കാനുള്ള അധികാരം അല്ലെങ്കിൽ അവസരം ജഡ്ജിമാർക്കുണ്ടാവണം. അടുത്തത്, എക്സിക്യൂട്ടീവിനെ ജുഡീഷ്യറിയിൽ നിന്നും വേർതിരിക്കണം. കാര്യനിർവഹണ വിഭാഗത്തെ നീതിന്യായ വിഭാഗത്തിൽ നിന്നും വേർതിരിക്കണം. കാര്യനിർവഹണ വിഭാഗം നീതിന്യായ വിഭാഗത്തെ ഒരു തരത്തിലും സ്വാധീനിക്കാനോ ഇടപെടാനോ പാടില്ല. ഈ 5 രീതികളിലൂടെയാണ് നീതിന്യായ വ്യവസ്ഥിതിയെ നീതിപൂർവകവും നിഷ്പക്ഷവുമായി മാറ്റാൻ കഴിയുന്നത്. ഞാൻ ഒന്നാമത് പറഞ്ഞു നിയമന രീതി. രണ്ടാമതായി, നിശ്ചിതമായ സ്ഥിരമായ ഔദ്യോഗിക കാലാവധി. മൂന്നാമതായി, സാമ്പത്തിക ആശ്രയത്വത്തിന്റെ അഭാവം. നാലാമതായി, വ്യക്തിപരമായ വിമർശനത്തിൽ നിന്നുള്ള സംരക്ഷണം. അഞ്ചാമതായി, കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും നീതിന്യായ വിഭാഗത്തിനുള്ള മോചനം അല്ലെങ്കിൽ ഇടപെടാതിരിക്കൽ.
ഇന്ത്യയിലെ ജഡ്ജിമാരെ നിയമിക്കുന്നത് ഒന്ന് പരിശോധിച്ചു നോക്കാം. ഇന്ത്യയിലെ ചീഫ് ജസ്റ്റിസായി നിയമിക്കുന്നത് സാധാരണ കീഴ്വഴക്കം അനുസരിച്ച്, അല്ലാതെ ചില ചില്ലറ അവസരങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പൊതുവെ അവലംബിക്കുന്ന ഒരു മാർഗം സുപ്രീം കോടതിയിലെ ഏറ്റവും സീനിയറായിട്ടുള്ള അല്ലെങ്കിൽ മുതിർന്ന ജഡ്ജിയെയാണ് സാധാരണയായി ചീഫ് ജസ്റ്റിസായി, മുഖ്യ ജഡ്ജിയായി തെരഞ്ഞെടുക്കുന്നത്, ചീഫ് ജസ്റ്റിസായി തെരഞ്ഞെടുക്കുന്നത്, നിയമിക്കുന്നത്. ഇനി അത് മാത്രമല്ല, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. പക്ഷേ അത് ചീഫ് ജസ്റ്റിസുമായിട്ട് ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ ചീഫ് ജസ്റ്റിസുമായി ആലോചിച്ച് പ്രസിഡന്റ് നിയമിക്കുന്നു. ചീഫ് ജസ്റ്റിസുമാരെ നിയമിക്കുമ്പോൾ ചീഫ് ജസ്റ്റിസുമാര് ആലോചിച്ച് പ്രസിഡന്റ് നിയമിക്കുന്നെങ്കിലും ശുപാർശ നൽകി പോന്നിരുന്നത് മന്ത്രിസഭയാണ്. എന്നാൽ പിന്നീട് പല മാറ്റങ്ങളും വന്നു. പിന്നീട് ഒരു പുതിയ പരിഷ്കാരം കൊണ്ടുവന്ന് ജഡ്ജിമാരെ നിയമിക്കുന്നതിന് ചീഫ് ജസ്റ്റിസും 4 ജഡ്ജിമാരും അടങ്ങുന്ന ഒരു കൊളീജിയം ചർച്ച നടത്തി പട്ടിക തയ്യാറാക്കും. അത്തരൊരവസ്ഥ പിന്നീട് നടപ്പിലാക്കപ്പെട്ടു. ജഡ്ജിമാരുടെ പാനൽ തയ്യാറാക്കും. ഇപ്പൊ 4 ജഡ്ജിമാരുടെ ഒഴിവുണ്ടെങ്കിൽ ഒരു 10 പേരുടെ പേര് തയ്യാറാക്കും. അതിൽ നിന്നും 4 പേരെ പ്രസിഡന്റ് നിയമിക്കും. അതില് പാനൽ തയ്യാറാക്കുന്നത് ഒരു ജഡ്ജിയും ചീഫ് ജസ്റ്റിസും മറ്റ് 4 ജഡ്ജിമാരും ചേരുന്ന ഒരു കൊളീജിയമാണ് അത്തരത്തിൽ ചെയ്യുന്നത്. എന്നാൽ 2014 ഭരണഘടനയുടെ 99-ാം ഭേദഗതിയിലൂടെ ഇതിന് മാറ്റം വരുത്തി. ഈ നിയമന രീതിക്കും മാറ്റം വരുത്തി. ഒരു ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ നിയമിക്കപ്പെട്ടു. നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ ജഡ്ജിമാരെ നിയമിക്കാൻ 2014 99-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ജഡ്ജിമാരെ നിയമിക്കാൻ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ എന്നൊരു കമ്മീഷനെ നിയമിച്ചു. നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സമിതിയാണ് ജഡ്ജിമാരെ ശുപാർശ ചെയ്യുന്നതിന് വേണ്ടി. ഇവരാണ് നിയമന ശുപാർശകൾ ഇപ്പൊ ചെയ്യുന്നത്. നിയമന ശുപാർശകൾ ലിസ്റ്റ് തയ്യാറാക്കി കൊടുക്കും. അതിൽ നിന്ന് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്യും. ഇന്ത്യയിൽ ഒരു ജഡ്ജിനെ തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നത് അത്ര എളുപ്പമല്ല. ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലേക്ക് ജഡ്ജിയെ നീക്കം ചെയ്യുന്നത് ദുഷ്കരമാണ്. അതിന് കാരണങ്ങൾ ഉണ്ടാവണം തക്കതായ. ഒന്നാമത് സ്വഭാവ ദൂഷ്യം, അപ്രാപ്തി എന്നുവെച്ചാൽ പ്രാപ്തിക്കുറവ്, ജഡ്ജായിട്ടിരിക്കാനുള്ള പ്രാപ്തിക്കുറവ്, സ്വഭാവ ദൂഷ്യം എന്നിവ തെളിയിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ എന്നിവയെക്കുറിച്ചുള്ള തെളിവുകൾ ഉണ്ടായാൽ അത് സംബന്ധിക്കുന്ന കുറ്റപത്രം പാർലമെന്റിന്റെ ഇരുസഭകളും പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാസ്സാക്കുമ്പോൾ മാത്രമാണ് ജഡ്ജിയെ തലസ്ഥാനത്ത് നീക്കം ചെയ്യാൻ പറ്റുന്നത്. ഈ നടപടിക്രമത്തെ ഇംപീച്ച്മെന്റ് എന്ന് പറയും എന്ന് ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇന്ത്യയുടെ ജുഡീഷ്യറിയുടെ ഘടന, സ്ട്രക്ചർ. ഇന്ത്യയിൽ ഏകവും സംയോജിതവുമായ ഒരു ജുഡീഷ്യറിയാണുള്ളത്. മുകളറ്റം മുതൽ താഴെ അറ്റം വരെ കൃത്യമായ ഹയറാർക്കിക്കൽ ഓർഡറിലുള്ള സംയോജിതമായ ഒരു ജുഡീഷ്യൽ സമ്പ്രദായമാണ്, നീതിന്യായ വ്യവസ്ഥയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അതിന് കാരണം ഒരു ഏക നീതിന്യായ വ്യവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത് ഉള്ളത്. അതിൽ ഏറ്റവും മുകളിലെ അറ്റം എന്ന് പറയുമ്പോൾ സുപ്രീം കോടതിയാണ്. ഹയസ്റ്റ് കോർട്ട് എന്ന് പറയുന്നത് സുപ്രീം കോർട്ടാണ്, സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ എന്തൊക്കെ? സുപ്രീം കോടതിയുടെ തീരുമാനം എല്ലാ കോടതികൾക്കും ബാധകമാണ്. അതായത് ഹൈക്കോടതികൾക്കും ജില്ലാ കോടതികൾക്കും കീഴ്ക്കോടതികൾക്കും ഒക്കെ
സുപ്രീം കോടതിയുടെ തീരുമാനം അന്തിമമാണ്, ബാധകമാണ്. ഭരണഘടനാപരമായ കേസുകളുടെ പരിഹാരം കാണാനുള്ള അവകാശം സുപ്രീം കോടതിക്കാണ്. ഭരണഘടനാ സംബന്ധമായ കേസുകളുടെ പരിഹാരം കാണുന്നത് സുപ്രീം കോടതിയാണ്. ഹൈക്കോടതി ജഡ്ജിമാരുടെ സ്ഥലം മാറ്റം സംബന്ധിച്ച കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയിലേക്ക് ഏത് കോടതിയിലെയും കേസുകൾ മാറ്റാനുള്ള അധികാരം, ഏതെങ്കിലും ഹൈക്കോടതിയുടെ കീഴിൽ ഇരിക്കുന്ന ഒരു കേസ് നേരിട്ട് സുപ്രീം കോടതിക്ക് ഏറ്റെടുക്കാം. അത് മാത്രമല്ല, ഒരു ഹൈക്കോടതിയിൽ ഇരിക്കുന്ന കേസ് മറ്റൊരു ഹൈക്കോടതിയിലേക്ക് മാറ്റാനുള്ള അവകാശം സുപ്രീം കോടതിക്കുണ്ട്. മൗലികാവകാശങ്ങൾ സംബന്ധിച്ച റിട്ടുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അവകാശമുണ്ട്. സുപ്രീം കോടതിയുടെ അധികാരങ്ങളാണ് പറഞ്ഞത്. സുപ്രീം കോടതിയുടെ തീരുമാനം എല്ലാ കോടതികൾക്കും ഒന്നുപോലെ ബാധകമാണ്. ഭരണഘടനാ സംബന്ധമായ കേസുകളിലെ പരിഹാരം കാണുന്നത് സുപ്രീം കോടതിയാണ്. ഹൈക്കോടതി ജഡ്ജിമാരുടെ സ്ഥലം മാറ്റം സംബന്ധിച്ച കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സുപ്രീം കോടതിയാണ്. ഏതൊരു ഹൈക്കോടതിയിൽ ഇരിക്കുന്ന കേസും സുപ്രീം കോടതിയിലേക്ക് നേരിട്ട് ഏറ്റെടുക്കാൻ സുപ്രീം കോടതിക്ക് കഴിയും. ഒരു ഹൈക്കോടതിയിലെ കേസ് മറ്റൊരു ഹൈക്കോടതിയിലേക്ക് മാറ്റാൻ ഉള്ള അവകാശം സുപ്രീം കോടതിക്ക് ഉണ്ട്. അതിലെല്ലാം ഉപരിയായി മൗലികാവകാശ സംരക്ഷണ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരവും സുപ്രീം കോടതിക്കുണ്ട്. ഈ സുപ്രീം കോടതിയുടെ കീഴിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഹൈക്കോടതികളുണ്ട്. ഒരു സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. കീഴ്ക്കോടതികളിൽ നിന്നുള്ള അപ്പീലുകൾ കേൾക്കലാണ് ഹൈക്കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതല. അതിന് താഴെയുള്ള ജില്ലാ കോടതികൾ, അതുപോലെ തന്നെയുള്ള കീഴ്ക്കോടതികൾ എന്നിവയിൽ നിന്നുള്ള അപ്പീലുകൾ കേൾക്കലാണ് ഹൈക്കോടതിയുടെ പ്രധാന ചുമതല. സുപ്രീം കോടതിയെ പോലെ തന്നെ മൗലികാവകാശങ്ങളെ സംബന്ധിക്കുന്ന റിട്ടുകൾ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതിക്കും അധികാരമുണ്ട്. മൗലികാവകാശ സംബന്ധമായ റിട്ടുകൾ പുറപ്പെടുവിക്കുവാൻ ഉള്ള അവകാശം ഹൈക്കോടതിക്കുണ്ട്. ഒരു സംസ്ഥാനത്തിന്റെ പരിധിക്കുള്ളിൽ വരുന്ന കേസുകളാണ് ഹൈക്കോടതി കൈകാര്യം ചെയ്യുന്നത്. ഒരു സംസ്ഥാനത്തെ ഹൈക്കോടതി ആ സംസ്ഥാനത്തിന്റെ പരിധിക്കുള്ളിൽ വരുന്ന കേസുകളാണ് കൈകാര്യം ചെയ്യുന്നത്. കീഴ്ക്കോടതികളെ മേൽ നിയന്ത്രണവും മേൽനോട്ടവും ഹൈക്കോടതിക്കാണ്. ഹൈക്കോടതിക്ക് താഴെ പ്രവർത്തിക്കുന്ന കോടതികളാണ് ജില്ലാ കോടതികൾ, ഡിസ്ട്രിക്ട് കോർട്സ്, ജില്ലാ കോടതികൾ. ജില്ലയിലെ എല്ലാ കേസുകളും കൈകാര്യം ചെയ്യുന്നത് ജില്ലാ കോടതികളാണ്. ഒരു ജില്ലയുടെ പരിധിക്കുള്ളിലുള്ള എല്ലാ കേസുകളും കൈകാര്യം ചെയ്യുന്നത് ജില്ലാ കോടതികളാണ്. കീഴ്ക്കോടതികളിൽ നിന്നുള്ള അപ്പീലുകൾ പരിഗണിക്കുന്നു. എന്ന് വെച്ചാൽ ജില്ലാ കോടതിയുടെ താഴെയുള്ള മജിസ്ട്രേറ്റ് കോർട്ട്, പിന്നെ മുനിസിപ്പൽ കോർട്ട് തുടങ്ങിയവയുടെയൊക്കെ അപ്പീലുകൾ പരിഗണിക്കുന്നു. ഗൗരവമേറിയ ക്രിമിനൽ കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് ജില്ലാ കോടതികളാണ്. ഇനി കീഴ്ക്കോടതികളോ? കീഴ്ക്കോടതികൾ എന്ന് പറയുമ്പോൾ താഴെ അറ്റത്തെ തട്ടിലുള്ളതാണ്. സിവിൽ ക്രിമിനൽ കേസുകൾ കീഴ്ക്കോടതികൾ പരിഗണിക്കുന്നു. സിവിൽ കേസ് എന്ന് പറയുമ്പോൾ വസ്തു, സ്വത്ത്, പണസംബന്ധമായ കേസുകൾ. ക്രിമിനൽ കേസുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ക്രിമിനലായിട്ടുള്ള നടപടിക്രമങ്ങൾ, മോഷണം, ബലപ്രയോഗം തുടങ്ങിയ കേസുകളൊക്കെ, അക്രമം തുടങ്ങിയവയൊക്കെ ക്രിമിനൽ കേസുകളിൽ പെടുന്നു. ഇനി സുപ്രീം കോടതിയുടെ അധികാര പരിധികൾ എന്തൊക്കെയാണ്? ഞാൻ മുമ്പേ സൂചിപ്പിച്ചു, ഇന്ത്യയിലെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. ഈ സുപ്രീം കോടതിയുടെ അധികാര പരിധിയെ നമുക്ക് 4ആയിട്ട് തരംതിരിക്കാം. സുപ്രീം കോടതിയുടെ അധികാര പരിധികൾ എന്തൊക്കെ? 1, ഉത്ഭവാധികാരം. 2, അപ്പീൽ അധികാരം. 3, ഉപദേശാധികാരം. 4, റിട്ട് അധികാരം. സുപ്രീം കോടതിയുടെ അധികാര പരിധിയെ നമുക്കിങ്ങനെ 4ആയിട്ട് തരംതിരിക്കാം. ഉത്ഭവാധികാരം, അപ്പീൽ അധികാരം, ഉപദേശാധികാരം, റിട്ട് അധികാരം. ഉത്ഭവ അധികാരം എന്ന് പറഞ്ഞാൽ ചില കേസുകൾ
നേരിട്ട് പരിഗണിക്കാനുള്ള അധികാരം. ചില കേസുകള് മറ്റു കോടതികളിലേക്ക് പോയാൽ നേരിട്ട് പരിഗണിച്ച് പരിഹാരം കാണുന്നതിനുള്ള അധികാരം, അതിനെയാണ് ഉത്ഭവാധികാരം എന്ന് പറയുന്നത്. മറ്റു കോടതികളിലൊന്നും പോവാതെ തന്നെ നേരിട്ട് പരിഗണിച്ച് പരിഹാരം കാണുന്നു, അതാണ് ഉത്ഭവാധികാരം. 2, അപ്പീൽ അധികാരം. സിവിൽ, ക്രിമിനൽ, ഭരണഘടനാപരമായിട്ടുള്ള കേസുകളിലെ അപ്പീൽ കേൾക്കുക. സിവിൽ കേസുകളുടെ കാര്യത്തിലായാലും ക്രിമിനൽ കേസുകളുടെ കാര്യത്തിലായാലും ഭരണഘടനാപരമായ കേസുകളുടെ കാര്യത്തിലായാലും മറ്റു താഴെയുള്ള കോടതികളിൽ നിന്നുള്ള അപ്പീലുകൾ കേൾക്കുക, അതാണ് അപ്പീൽ അധികാരം എന്ന് പറയുന്നത്. ഉപദേശ അധികാരം എന്ന് പറയുന്നത് പൊതു പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ പ്രസിഡന്റ് നിയമപരമായ ഉപദേശം തേടിയാൽ ഉപദേശം കൊടുക്കുന്ന ജോലി സുപ്രീം കോടതിക്കാണ്. ഗവൺമെന്റുമായി സംബന്ധിച്ച വിഷയങ്ങളിൽ നിയമപരമായിട്ടുള്ള ഉപദേശം വേണമെന്നുണ്ടെങ്കിൽ ആ ഉപദേശം ചോദിക്കുന്നത് പ്രസിഡന്റ് സുപ്രീം കോടതിയോടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഉപദേശം നൽകുക, നിയമപരമായ ഉപദേശം നൽകുക. റിട്ട് അധികാരം എന്ന് പറയുമ്പോൾ മൗലികാവകാശ സംരക്ഷണത്തിന് വേണ്ടി പുറപ്പെടുവിക്കുന്ന റിട്ടുകളെയാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? റിട്ട് അവകാശം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇങ്ങനെ കോടതികളും മറ്റു കാര്യങ്ങളും ഒക്കെ പ്രവർത്തിക്കുമ്പോഴും ലോകമെമ്പാടും വിശേഷിച്ച് നമ്മുടെ രാജ്യത്ത് ഒരു നൂതന പ്രവണതയുണ്ട് നീതിന്യായ വ്യവസ്ഥയ്ക്ക്. അതിനെ ജുഡീഷ്യൽ ആക്ടിവിസം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ജുഡീഷ്യറിയുടെ ആക്റ്റീവായിട്ടുള്ള ഇടപെടൽ, അതിരുകവിഞ്ഞ ഇടപെടൽ, അത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ സമീപ കാലഘട്ടത്തെ ഒരു പ്രത്യേകതയാണ്. എപ്പോഴും അതില്ല. അതിന്റെ മുമ്പാകെ വരുന്ന കേസുകൾ അല്ലാതെയും നേരിട്ടല്ലാതെയും ഒക്കെ കോടതി ഇടപെടുന്ന അവസ്ഥ. അതായത് എപ്പോഴൊക്കെയാ അത് മനുഷ്യാവകാശ ധ്വംസനം നടക്കുകയും നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങൾ അത് കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുമ്പോൾ ജുഡീഷ്യറി ഇതിൽ ഇടപെടും. മനുഷ്യാവകാശ ധ്വംസനം നടക്കുമ്പോൾ അതിന് പരിഹാരം കാണേണ്ടത് നിയമനിർമ്മാണ ഘടകവും കാര്യനിർവഹണ ഘടകവുമാണ്. അത് അവരുടെ ജോലിയാണ്. മനുഷ്യാവകാശ ധ്വംസനം നടക്കുമ്പോൾ അതിനനുകൂലമായ നിയമങ്ങളില്ലെങ്കിൽ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത് ലെജിസ്ലേച്ചറിന്റെ അല്ലെങ്കിൽ നിയമനിർമ്മാണ ഘടകത്തിന്റെ ജോലിയാണ്. അത് നടപ്പിലാക്കേണ്ടത് എക്സിക്യൂട്ടീവിന്റെ അല്ലെങ്കിൽ കാര്യനിർവഹണ ഘടകത്തിന്റെ ജോലിയാണ്. ഈ 2 ഘടകങ്ങളും, നിയമനിർമ്മാണ ഘടകവും കാര്യനിർവഹണ വിഭാഗവും അല്ലെങ്കിൽ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും, മനുഷ്യാവകാശ ധ്വംസനം നടക്കുമ്പോൾ അവയെ അവഗണിക്കുകയും കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുമ്പോൾ കോടതി നേരിട്ട് ആ വിഷയത്തിൽ ഇടപെടുന്നു. ഇതിനെയാണ് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ഇത് വ്യാപകമായത് 2 രീതികളിലാണ്. ജുഡീഷ്യൽ ആക്ടിവിസം ഇന്ത്യയിൽ വ്യാപകമായത് 2 രീതികളിലാണ്. ഒന്ന്, പൊതു താൽപര്യ ഹർജികൾ, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, PIL എന്ന പേരിൽ പൊതു താൽപര്യ ഹർജികൾ എന്ന് മലയാളത്തിൽ പറയും. മറ്റൊന്ന് സോഷ്യൽ ആക്ഷൻ ലിറ്റിഗേഷൻ, SAL, സോഷ്യൽ ആക്ഷൻ ലിറ്റിഗേഷൻ. ഈ 2 രീതികളിലൂടെയാണ് ഇന്ത്യയിൽ ജുഡീഷ്യൽ ആക്ടിവിസം ശക്തമായത്. അതായത് നീതിന്യായ വിഭാഗത്തിന്റെ ഉത്സുകത വ്യക്തമായത്, ശക്തമായത് ഇന്ത്യയിൽ ഈ 2 മാർഗങ്ങളിലൂടെയാണ്. പൊതു താൽപര്യ ഹർജികളിലൂടെയും സോഷ്യൽ ആക്ഷൻ ലിറ്റിഗേഷനിലൂടെയുമാണ്. ഇതേണ്ട 1979ഓടെയാണ് ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ ഉണ്ടായത്. നേരത്തെ പരാതിക്കാരനായ ആള് കോടതിയെ സമീപിക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 1979ഓടെ പരാതിക്കാരന് മാത്രമല്ല
പരാതിക്കാരനു വേണ്ടി സാമൂഹ്യ പ്രവർത്തകർ, സന്നദ്ധ സംഘടനകൾ, പൊതുവിഷയങ്ങളിൽ താൽപര്യമുള്ളവർ എന്നിവർക്കും കോടതിയെ സമീപിക്കാം എന്ന അവസ്ഥയുണ്ടായി. ഇപ്പൊ എനിക്ക് ഒരു അവകാശ ധ്വംസനമുണ്ടായാൽ എനിക്ക് കോടതിയെ നേരിട്ട് സമീപിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ സാമൂഹ്യ പ്രവർത്തകർക്ക്, സന്നദ്ധ സംഘടനകൾക്ക്, പൊതു വിഷയങ്ങളിൽ താൽപര്യമുള്ളവർക്കൊക്കെ എനിക്ക് വേണ്ടി കോടതിയെ സമീപിക്കാം. അത് പൊതു താൽപര്യ ഹർജികളിലൂടെയും സോഷ്യൽ ആക്ഷൻ ലിറ്റിഗേഷനിലൂടെയുമാണ് അത് കോടതിയെ നേരിട്ട് സമീപിക്കുന്നത്. അങ്ങനെ ഏതൊരാൾക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളവർക്ക് മറ്റൊരാൾക്ക് വേണ്ടി കോടതിയെ സമീപിക്കാമെന്ന അവസ്ഥ വന്നത് ജുഡീഷ്യൽ ആക്ടിവിസത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി, കോടതിയുടെ ഇടപെടലുകളെ കൂടുതൽ ശക്തിപ്പെടുത്തി. കോടതി പല കാര്യങ്ങളിലും അതിന്റെ അധികാരത്തിനും അപ്പുറത്തേക്ക് ഇടപെടാൻ തുടങ്ങി. ഇതുകൊണ്ട് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടായി. എന്തൊക്കെയായി ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും? ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം, അവകാശം എന്ന ആശയത്തെ അത് വികസിപ്പിച്ചു. അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കോടതി ഇടപെടുന്നത്. അപ്പൊ അവകാശം എന്ന ആശയത്തെ വിപുലപ്പെടുത്തിയതാണ് ജുഡീഷ്യൽ ആക്ടിവിസത്തിന്റെ ഒരു ഗുണം. അതായത് ശുദ്ധവായു, ശുദ്ധജലം, മാന്യമായ ജീവിതം തുടങ്ങിയവയൊക്കെ സമൂഹത്തിന്റെ മൊത്തം അവകാശമായി മാറി. ഇത് ഏതെങ്കിലും നിഷേധിക്കപ്പെട്ടാൽ സമൂഹത്തിൽ ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെടുന്ന ആർക്കും കോടതിയെ സമീപിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പോ അവകാശം എന്ന ആശയത്തെ വികസിപ്പിക്കാൻ ഇത് സഹായിച്ചു. 2, പാവപ്പെട്ടവർക്ക് പരാതി സമർപ്പിക്കാൻ കോടതിയെ സമീപിക്കാൻ കഴിയുന്നൊരവസ്ഥയുണ്ടായി. കാരണം പാവപ്പെട്ടവരെ സംബന്ധിച്ചുള്ള സാധാരണ കോടതിയെ സമീപിക്കുന്നത് വലിയ ദുഷ്കരമായ കാര്യമാണ്. അവർക്ക് വേണ്ടി സന്നദ്ധ സംഘടനകൾക്കും സാമൂഹ്യ പ്രവർത്തകർക്കും പൊതുവിഷയങ്ങളിൽ താല്പര്യമുള്ളവർക്കും ഒക്കെ കോടതിയെ സമീപിക്കാവുന്ന അവസ്ഥ ഉണ്ടായി. അങ്ങനെ പാവപ്പെട്ടവർക്ക് അത് വളരെ പ്രയോജനപ്രദമായി മാറി. 3, എക്സിക്യൂട്ടീവിനെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് നിർബന്ധിതമാക്കി തീർത്തു ഈ സമ്പ്രദായം. കാരണം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ കോടതി ഇടപെട്ട് ചെയ്യിക്കാൻ ശ്രമിക്കുക എന്നൊരവസ്ഥ വന്നതുകൊണ്ട് എക്സിക്യൂട്ടീവ് കുറെ കൂടി, അല്ലെങ്കിൽ കാര്യനിർവഹണ വിഭാഗം കൂടുതൽ തങ്ങളുടെ കടമകളെക്കുറിച്ച്, ഉത്തരവാദിത്വത്തെക്കുറിച്ച് ബോധമുള്ളവരായി മാറി. ഇതിലെല്ലാം ഉപരി തെരഞ്ഞെടുപ്പ് രീതിയെ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥിതിക്കും ഗുണം ചെയ്തു. അത് തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയെ സ്വതന്ത്രവും നീതിയുക്തവുമാക്കി. തെരഞ്ഞെടുപ്പിൽ എങ്ങനെയൊക്കെ പാടുണ്ട്, എങ്ങനെയൊക്കെ പാടില്ല, എന്തെല്ലാം കാര്യങ്ങൾ പാടുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ പാടില്ല. അപ്പൊ അങ്ങനെ തെരഞ്ഞെടുപ്പിനെ സ്വതന്ത്രവും നീതിയുക്തവുമാക്കുന്നതിന് ഈ ജുഡീഷ്യൽ ആക്ടിവിസം വളരെയധികം സഹായകമായി. എന്നാൽ അമിതമായി ഇത്തരത്തിൽ കോടതി ഇടപെടുന്നത് ചില ദോഷങ്ങളും ഉണ്ടാക്കി. ഒന്ന്, കോടതിയുടെ ജോലിഭാരം വർദ്ധിച്ചു. നമുക്കറിയാം, കോടതി എന്ന് പറയുമ്പോൾ കെട്ടുകണക്കിന് കേസുകളാണ്. വർഷങ്ങളോളം പരാതികളിൽ തീർപ്പ് കൽപ്പിക്കാതെ കേസുകൾ കെട്ടിക്കിടക്കുന്ന അവസരത്തിൽ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ചെയ്യേണ്ട ജോലികളൊക്കെ കൂടി ചെയ്യാനും ചെയ്യിക്കാനും ഒക്കെ കോടതി ഇറങ്ങിയപ്പോ കോടതിയുടെ ജോലിഭാരം ക്രമാതീതമായി വർദ്ധിച്ചു. ഗവൺമെന്റിന്റെ 3 ഘടകങ്ങളാണ് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. നിയമനിർമ്മാണ ഘടകം, കാര്യനിർവഹണ ഘടകം, നീതിന്യായ വിഭാഗം. ഇവ 3ഉം സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ടവയാണ്. സഹകരിച്ച് സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ടവരാണ്. ഇവിടെ ജുഡീഷ്യറി അമിതമായി അധികാരം പ്രയോഗിക്കുമ്പോൾ ഈ സ്വാതന്ത്ര്യം, മറ്റ് ഘടകങ്ങളുടെ സ്വാതന്ത്ര്യം ഇല്ലാതെ ആകുന്നു. ഈ 3 വിഭാഗങ്ങൾ തമ്മിലുള്ള അതിർവരമ്പുകൾ ഇല്ലാതെ ആകുന്നു എന്നത് ഒരു ദോഷമാണ്. ഇനി എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തമ്മിൽ പലപ്പോഴും തർക്കങ്ങൾക്കും സംഘർഷങ്ങൾക്കും കാരണമാകാറുണ്ട്. കോടതി അമിതമായി ഇടപെടുമ്പോൾ കാര്യനിർവഹണ വിഭാഗവുമായിട്ടത് പലപ്പോഴും ഏറ്റുമുട്ടലുകളിലേക്ക് എത്താറുണ്ട്. അത് അഭിലഷണീയമായ കാര്യമല്ല. അതായത് എക്സിക്യൂട്ടീവിന്റെയും ലെജിസ്ലേച്ചറിന്റെയും അധികാര പരിധിയിൽപ്പെടുന്ന കാര്യങ്ങളിലെ കോടതി ഇടപെടുക.
അമിതമായി ഇടപെടേണ്ടടുത്ത് ഇടപെടണം, അത് നല്ലതാണ്. പക്ഷെ അമിതമായി ഇടപെടുമ്പോൾ അത് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായിട്ട് മാറും. എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ കാര്യനിർവഹണ വിഭാഗം, ലെജിസ്ലേച്ചർ അഥവാ നിയമനിർമ്മാണ ഘടകം എന്നിവ ചെയ്യേണ്ട കാര്യങ്ങൾ നേരിട്ട് കോടതി ഇടപെട്ട് ചെയ്യാനും ചെയ്യിക്കാനും ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരു ജനാധിപത്യ വ്യവസ്ഥിതിക്ക് പൂർണ്ണമായും ഭൂഷണം അല്ല. അതാണ് ഈ പറഞ്ഞ ജുഡീഷ്യൽ ആക്ടിവിസത്തിന്റെ ദോഷവശങ്ങൾ. ഇനി ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നീതിന്യായ പുനരവലോകനം എന്നതാണ്. ജുഡീഷ്യൽ റിവ്യൂ എന്നതിന് ഇംഗ്ലീഷിൽ പറയും. നീതിന്യായ പുനരവലോകനം. നീതിന്യായ പുനരവലോകനം എന്ന് ഭരണഘടനയിൽ എവിടെയും പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ രാജ്യത്ത് അത്തരം ഒരു രീതി സ്വീകരിച്ചു പോരുന്നുണ്ട് കോടതി. അതായത് നിയമങ്ങളുടെ ഭരണഘടനാപരമായ സാധുത പരിശോധിക്കുവാനുള്ള ഹൈക്കോടതികളുടെയും സുപ്രീം കോടതിയുടെയും അധികാരത്തെയാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. നീതിന്യായ പുനരവലോകനം എന്ന് പറഞ്ഞാൽ അതാണ്. നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങളുടെ ഭരണഘടനാപരമായ സാധുത പരിശോധിക്കുന്നതിനുള്ള ഹൈക്കോടതികളുടെയും സുപ്രീം കോടതിയുടെയും അധികാരത്തെയാണ് ജുഡീഷ്യൽ റിവ്യൂ അഥവാ നീതിന്യായ പുനരവലോകനം എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. ഭരണഘടനയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നിയമം എങ്ങനെ നിർമ്മിക്കണമെന്ന്. നിയമനിർമ്മാണത്തിന് പരിമിതികളുണ്ട്, പരിധികൾ നിശ്ചയിച്ചിട്ടുണ്ട് ഭരണഘടന. ആ പരിധികൾ ലംഘിച്ചുകൊണ്ട് നിയമനിർമ്മാണ സഭകൾ നിയമം പാസാക്കിയാൽ, നിയമം ഉണ്ടാക്കിയാൽ ആ നിയമത്തെ പുനഃപരിശോധിക്കാനുള്ള അധികാരം ഹൈക്കോടതികൾക്കും സുപ്രീം കോടതിക്കുമുണ്ട്. ഈ അധികാരത്തെയാണ് ജുഡീഷ്യൽ റിവ്യൂ അഥവാ നീതിന്യായ പുനരവലോകനം എന്ന് വിളിക്കുന്നത്. അതായത് ഒരു നിയമം പാസാക്കപ്പെട്ട നിയമനിർമ്മാണ ഘടകം പാസാക്കിയ ഒരു നിയമം ഭരണഘടനാ വകുപ്പുകൾക്ക് വിധേയമല്ലെന്ന് കണ്ടാൽ ആ നിയമത്തെ അസാധുവാക്കാൻ ഉള്ള അധികാരം ഹൈക്കോടതികൾക്കും സുപ്രീം കോടതിക്കുമുണ്ട്. ഉദാഹരണത്തിന് സംസ്ഥാന നിയമനിർമ്മാണ സഭ പാസാക്കുന്ന ഒരു നിയമം അത് കോടതി മുമ്പാകെ വരുമ്പോൾ ഹൈക്കോടതിക്ക് ആ നിയമം പരിശോധിച്ച് ഭരണഘടനാ വിധേയമല്ല ആയിട്ടല്ല ആ നിയമം നിർമ്മിച്ചത് എന്ന് തോന്നിയാൽ ആ നിയമത്തെ അസാധുവായി പ്രഖ്യാപിക്കാൻ, ക്യാൻസൽ ചെയ്യാൻ ഉള്ള അധികാരം ഹൈക്കോടതികൾക്കുണ്ട്. അതുപോലെ ഇന്ത്യൻ പാർലമെന്റ് നിർമ്മിക്കുന്ന ഏതൊരു നിയമവും ഭരണഘടനാ വിധേയമായിട്ടായിരിക്കണം. ഭരണഘടനാ വിധേയമായിട്ടല്ല നിയമങ്ങൾ നിർമ്മിച്ചത് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ആ കോടതി അത് പരിശോധിക്കുകയും അല്ലെന്ന് ബോധ്യപ്പെട്ടാൽ അത് ക്യാൻസൽ ചെയ്യുകയും ചെയ്യും, അസാധുവാക്കുകയും ചെയ്യും. അതിനെയാണ് നീതിന്യായ പുനരവലോകനം എന്ന് പറയുന്നത്. എപ്പോഴും എടുത്തത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഉപയോഗിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. കേന്ദ്രവും സംസ്ഥാനവും സംബന്ധിച്ച വിഷയങ്ങൾ, കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ സംബന്ധിച്ച വിഷയങ്ങൾ. ഇപ്പൊ കേന്ദ്രത്തിന് കേന്ദ്രത്തിന്റേതായ അധികാരങ്ങളുണ്ട്, സംസ്ഥാനത്തിന് സംസ്ഥാനത്തിന്റേതായ അധികാരങ്ങളുണ്ട്. കേന്ദ്രം സംസ്ഥാനത്തിന്റെ കാര്യങ്ങളിൽ അധികാരങ്ങളിൽ ഇടപെടുമ്പോൾ അല്ലെങ്കിൽ സംസ്ഥാനം നിർമ്മിക്കേണ്ട ഒരു നിയമം കേന്ദ്രം കയറി നിർമ്മിക്കുമ്പോൾ അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി മുമ്പാകെ തെളിയിക്കപ്പെട്ടാൽ ആ നിയമം അസാധുവാക്കാനുള്ള അധികാരം കോടതിക്കുണ്ട്, സുപ്രീം കോടതിക്കുണ്ട്. ഇനി സംസ്ഥാനം കേന്ദ്ര ഭരണത്തിന്റെ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ അധികാര പരിധിയിൽ പെടുന്ന യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ പെടുന്ന ഒരു നിയമം അവകാശം ഉപയോഗിച്ച് നിയമം നിർമ്മിച്ചാൽ അത് ഭരണഘടനാപരമായിട്ടല്ല നിർമ്മിച്ചത് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ അതിനെ അസാധുവാക്കാനുള്ള അധികാരം ഹൈക്കോടതികൾക്കും സുപ്രീം കോടതിക്കുമുണ്ട്. അപ്പം നിയമം നിർമ്മിക്കുമ്പോൾ അത് ഭരണഘടന അനുസൃതമായിട്ടായിരിക്കണം, ഭരണഘടന അനുശാസിക്കുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായിരിക്കണം എന്നത് വളരെ വ്യക്തമാണ്. അങ്ങനെ ഭരണഘടനാ വ്യവസ്ഥകൾക്ക് വിധേയമായി അല്ലാതെ നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾ പരിശോധിക്കുവാനും അങ്ങനെ ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് അവ നിർമ്മിക്കപ്പെട്ടതെന്ന്
ബോധ്യപ്പെടുകയും ചെയ്താൽ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും അത്തരം നിയമങ്ങൾ അസാധുവാക്കാൻ, ക്യാൻസൽ ചെയ്യാൻ, റിപ്പീൽ ചെയ്യാനുള്ള അധികാരമുണ്ട്. അതിനെയാണ് ജുഡീഷ്യൽ റിവ്യൂ അല്ലെങ്കിൽ നീതിന്യായ പുനരവലോകനം എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. ഇത്രയുമാണ് ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഗവൺമെന്റിന്റെ മൂന്നാമത്തെ ഘടകമായ നീതിന്യായ വിഭാഗവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്.